ഓം ശാന്തി. മനുഷ്യന്മാരുടെ ചിന്തകളാണ് അവരുടെ ജീവിതത്തിൽ എത്ര ഉയരത്തിൽ കൊണ്ടെത്തിക്കണമെന്നും എവിടെ കൊണ്ട് നിർത്തണം എന്നുമെല്ലാം നിശ്ചയിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ചിന്താധാരയാണ്. പലപ്പോഴും ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ സംവാദത്തിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭഗവാന്റെ അടുത്ത് ഭഗവാൻ സാഗരമാണല്ലോ. ഈശ്വര എനിക്ക് ഇന്നത് തരണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തരാൻ വിചാരിച്ചത് വലുതായിരിക്കും. നിങ്ങൾ നമ്മുടെ ചോദ്യം കൊണ്ട് കുറയ്ക്കും അത്. അതുകൊണ്ട് അൺലിമിറ്റഡ് ആയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഈശ്വരൻ്റെ രചനകളായിരിക്കുന്ന ഓരോ ജീവാത്മാവിനും ഈ ഭഗവാന്റെ രചനയിലെ എല്ലാം തന്നെ നേടിയെടുക്കാനുള്ളതായിട്ടുള്ള അർഹതയുണ്ട്. പക്ഷേ അധികാരവും അവകാശവും ഉണ്ട്. നമ്മുടെ ചില കർമ്മങ്ങൾ കൊണ്ട്, കർമ്മദോഷങ്ങൾ കൊണ്ട് ബന്ധിതരായിക്കൊണ്ട് ആ സുഖത്തിൽ നിന്ന് സ്വയം നമ്മളെ മാറ്റി നിർത്തി പോകുന്നു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പരിശ്രമം മാക്സിമം ചെയ്ത ശേഷം സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇത്ര പരിശ്രമിച്ചിട്ട് കിട്ടാത്തേ എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ദാനിയും ധർമ്മിഷ്ഠനുമായ ഒരു രാജാവ്, പ്രജാതൽപരനായിരിക്കുന്ന ഒരു രാജാവ് തൻ്റെ രാജ്യത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ട് പ്രജകളുടെ അവസ്ഥയെ കാണാൻ വേണ്ടി കൊണ്ട് യാത്ര ചെയ്തു. അങ്ങനെ കറങ്ങി നടക്കുന്നതിലിടയ്ക്ക് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും വന്ന് ഒരു ബട്ടൺ പൊട്ടിപ്പോയി. അപ്പോൾ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഈ ഒരു ബട്ടൺ തുന്നിത്തരാൻ പറ്റുന്ന ആരാ ഉള്ളത് ഈ ഗ്രാമത്തിലെങ്കിലും ഒന്ന് ഉടനെ വന്ന് എൻ്റെ ഡ്രസ്സ് ഒന്ന് ശരിയാക്കി തരാൻ പറയണമെന്ന്. ഒരു ടൈലർ ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. അയാളത് കേട്ടതും അദ്ദേഹം നിറം ചോദിച്ചു നൂലും കൊണ്ട് രാജാവിൻ്റെ അടുത്ത് വന്നു. രാജാവിൻ്റെ അടുത്ത് വന്നു. ആ ബട്ടൺ രാജാവിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതാനും മിനിറ്റുകളുടെ പണി ബട്ടൺ വീണ്ടും അദ്ദേഹം വെച്ചു കൊടുത്തു. രാജാവ് സന്തുഷ്ടനായിട്ട് ചോദിച്ചു, നിങ്ങളുടെ പ്രതിഫലം എത്രയാണ് പറഞ്ഞോളൂ തരാമെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, മഹാരാജൻ, അങ്ങ് ഇത്രയും നല്ല സേവനം ഞങ്ങൾക്ക് തരുന്നവനാണ്. എനിക്കൊരിക്കലും അങ്ങയിൽ നിന്ന് പ്രതിഫലം വാങ്ങേണ്ട സേവയല്ല എന്ന് പറയും. അപ്പം രാജാവ് പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ കർമ്മത്തിനും അതിൻ്റെ മഹത്വം കൊടുക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് നീ പ്രതിഫലം എത്രയാണെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന് പറയും. അപ്പോൾ അവൻ ആലോചിച്ചിട്ട് പറയും, 2 രൂപ പറഞ്ഞാലോ, രാജാവല്ലേ. പിന്നെ മനസ്സ് വീണ്ടും പറയും, ബട്ടൺ രാജാവിൻ്റെ ജസ്റ്റ് ആ നൂല് കൊണ്ടൊന്ന് തുന്നുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നൂലും രാജാവിൻ്റെ. പിന്നെ ആ ഒരു തുന്നുന്ന കാര്യത്തിന് വേണ്ടി എനിക്ക് എന്ത് പണി പറയാനാണ്, അങ്ങേക്ക് മനസ്സിൽ തോന്നുന്നത് തന്നോളൂ എന്ന് അദ്ദേഹം രാജാവിനോട് പറയുകയാണ് ടൈലർ. അപ്പം അത് കേട്ടപ്പോൾ രാജാവ് പറയും മന്ത്രിയുടെ അടുത്ത് 2 ഗ്രാമങ്ങൾ ഇദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തേക്കുക എന്ന്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് തള്ളിപ്പോയി. ചോദിക്കാൻ ആഗ്രഹിച്ചത് 2 രൂപ, കിട്ടിയത് 2 ഗ്രാമങ്ങൾ. പലപ്പോഴും നമ്മുടെ കർമ്മം കൊണ്ട് യോഗ്യമാകുന്ന നിമിഷം ഇത്രയൊക്കെ എനിക്ക് കിട്ടാനുള്ളതായിട്ടുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും പല സമ്മാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. പലപ്പോഴും ഞാൻ അനുഭവിക്കാറുണ്ട്. പലതും നമ്മൾ സ്വപ്നം പോലും കാണാത്ത രീതിയിൽ, ഒരിക്കലും അങ്ങനെ വേണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ളതായിട്ടുള്ള വലിയ വലിയ സാധനങ്ങൾ വന്ന് ഇത് ഉപയോഗിക്കണം, ഇത് നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയുമ്പോൾ എനിക്കിത് വേണമെന്ന് പോലും ചിന്തിച്ചു പോകാറുണ്ട്. നമുക്ക് കർമ്മം പൂർണ്ണമായി ചെയ്ത ശേഷം പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും അറിവില്ലായ്മ കൊണ്ട്, അനുഭവത്തിൻ്റെ കുറവ് കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഭഗവാനോട് പലതും പറയുമായിരുന്നു. റിപ്പോർട്ടിംഗ് വേറൊന്നാണ് കേട്ടോ. ഇത് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. എല്ലാ ദിവസവും കത്തെഴുതുന്ന സമയത്ത് ബാബ ഇന്നതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു മകളുടെ അഥവാ മകൻ്റെ അധികാരത്തോടു കൂടി ബാബയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. റിക്വസ്റ്റ് അല്ല, അവതരിപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം ബാബ എനിക്ക് എന്ത് തരുന്നു അതിനെ സ്വീകരിക്കാനുള്ളതായിട്ടുള്ള മനസ്സും ഞാൻ കാണിക്കാറുണ്ട്. പണ്ട് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് എനിക്കിത് കിട്ടിയേ പറ്റും ഞാൻ വാശി പിടിക്കാറുണ്ട്. പലപ്പോഴും സമയവും സാഹചര്യം എന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ എൻ്റെ വാശി കൊണ്ട് എൻ്റെ ആ കിട്ടിയേ പറ്റുന്നതായിട്ടുള്ള ഹഠം പിടിച്ചത് കൊണ്ടായിരിക്കാം എനിക്കത്ര കുറഞ്ഞു പോയത് എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അനുഭവങ്ങളുടെ ആധാരത്തിൽ പറയുകയാണ്, ഇന്ന് മനസ്സ് ആ രീതിയിൽ ഭഗവാൻ തരുന്നത് എന്തും ഞാൻ സ്വീകരിക്കുന്നു എന്ന രീതിയിൽ വിശാലമായിട്ട് റിസൾട്ട് തരാൻ വേണ്ടി ഈശ്വരന് വിട്ടുകൊടുത്തുകൊണ്ട് കർമ്മവുമായിട്ട് മുന്നോട്ട് പോകാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ളതായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ട് എനിക്കിത്രയൊക്കെ വേണ്ടത്, എന്തിനാ ഇത്രയും തരുന്നത് എന്ന് ചോദിച്ചു പോകുന്ന അവസ്ഥ വരെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അനുഭവത്തിൻ്റെ ആധാരത്തിൽ പറയുകയാണ്, ചിന്തകൾ മാറ്റൂ. കർമ്മം പൂർണ്ണമായി ചെയ്ത ശേഷം അതിൻ്റെ ഫലം തരാൻ വേണ്ടി ഈശ്വരന് വിട്ടുകൊടുക്കൂ. ഗീതയിൽ പറയുന്നുണ്ടല്ലോ, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്ന് വെച്ചാൽ അർത്ഥം കർമ്മത്തിൽ മാത്രം നിനക്ക് അധികാരം, ഫലത്തിൽ അധികാരം ഇല്ലെന്നല്ല. എനിക്കിന്നത് വേണമെന്ന് ആഗ്രഹിക്കുന്നതോടുകൂടി ആ നമുക്ക് കിട്ടാനുള്ളത് തരാൻ പോകുന്നത് ലിമിറ്റഡായി പോകും. എൻ്റെ തോട്ട്സ് കൊണ്ട് എന്നിലേക്കുള്ള പ്രവാഹത്തെ ഞാൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ എന്തെങ്കിലും നമ്മുടെ മുജ്ജന്മകത
കർമ്മം കൊണ്ടോ കർമ്മദോഷം കൊണ്ടോ ബന്ധിതമാക്കപ്പെട്ടു പോകുന്ന ചില റിസൾട്ടുകളുടെ കുറവ് കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം ഈശ്വരൻ്റെ വിധി എന്ന് വിചാരിക്കരുത്. ഈശ്വരൻ സാഗരാണ്, തരുന്നതും സാഗരമായിട്ടാണ്. അൺലിമിറ്റഡ് ആയിരിക്കുന്ന സ്നേഹസാഗരനായ ഭഗവാന്റെ, അൺലിമിറ്റഡ് ആയിരിക്കുന്ന കരുണാസാഗരനായിരിക്കുന്ന ഭഗവാന്റെ മുന്നിൽ ലിമിറ്റ് വേണ്ട. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രവർത്തിക്കൂ. മാക്സിമം നമ്മുടെ കർമ്മം പൂർണ്ണമായി നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ ജീവിതത്തിൽ എത്തിച്ചേരുന്നുള്ളത് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.